മാങ്കൂട്ടമൊന്ന് കത്തിക്കയറി വരികയായിരുന്നു. കോൺഗ്രസിനകത്തുനിന്ന് എടുത്ത് വെളിയിൽ കളഞ്ഞെങ്കിലും കോൺഗ്രസ്സുകാരനെന്ന ലേബലിൽ റീൽസും അടിച്ചിറക്കി ഷോ ഓഫ് കാട്ടി നടക്കുമ്പോഴാണ് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയുടെ കയ്യിലേക്ക് പോയത്. മാങ്കൂട്ടം വിഷയത്തിൽ ചെന്നിത്തല മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം ആദ്യം തൊട്ടേ സ്വീകരിച്ചത്. ഇമാതിരി ഉഡായിപ്പുകളെ ഒരു കാരണവശാലും പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്നുള്ള പ്രതികരണവും അദ്ദേഹം നടത്തിയിരുന്നു. ആ നിലപാടിൽ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷവും മാറ്റമില്ല എന്ന തരത്തിൽ ഇന്നിപ്പോ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് കൊടുത്ത പ്രതികരണമെന്ന് പറയുന്നത് മാങ്കൂട്ടത്തിന്റെ ചെവിക്കുറ്റിക്കൊന്ന് കൊടുക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരികയാണ്. ഗവൺമെന്റിന്റെ സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെന്റും പോലീസും ഉറപ്പുവരുത്തും. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇപ്പോ സതീശ മേനോന്റെ കയ്യിലാണ് ഇത് കിട്ടിയിരുന്നതെങ്കിൽ രാഹുൽ നായർക്ക് സിമ്പിളായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ രണ്ട് ഗ്രൂപ്പായിരുന്നു. ഇന്നലകളിൽ കാല് വാരിയിട്ടുണ്ട്. പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അവമതിപ്പുണ്ടാക്കി. പോരാത്തതിന് പഴയ ഉഡായിപ്പുകളില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിലേക്ക് ചെന്നിത്തല ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് ഇരയാക്കപ്പെട്ട സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സമാധാനം കൊടുക്കുന്ന വാക്കുകളാണ്. കാര്യം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്തി ഇവരെ ഇല്ലായ്മ ചെയ്ത് ഈ കേസുകളിൽ നിന്നെല്ലാം ഞാൻ നിഷ്പ്രയാസം തടിയൂരി പോകുമെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത്രയും ചെറ്റത്തരം കാണിച്ചതിന് ശേഷം അയാളുടെ ഹുങ്ക്. അതിന് ഇങ്ങനെയുള്ള മറുപടി കോൺഗ്രസ്സുകാരനായ ആഭ്യന്തരമന്ത്രി കൊടുക്കുന്നത് ശരിയായ ഒരു സന്ദേശം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരം പേവേട്ടുകളെ രാഷ്ട്രീയത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് ആ മേഖലയുടെ പരിശുദ്ധിക്ക് കൂടി ആവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി എതിരെ സംസാരിക്കുന്നവർക്കെതിരെ തെറി അഭിഷേകം നടത്താനുള്ള ശേഷിയുണ്ട് എന്ന ഒറ്റ കാരണവും ധൈര്യവും വെച്ചിട്ട് താൻ എന്തും കാണിക്കും, അതിനെതിരെ ഒരു നേതാക്കന്മാരും മിണ്ടരുത് എന്നുള്ളതാണ് ശൈലി. എങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് ഉടനെ തെറിയുമായിട്ട് വരും. അക്കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ അത് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ശരിയായ ഒരു സന്ദേശം പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കാരനാണെങ്കിലും ചെയ്ത തെമ്മാടിത്തരം ഈ നാട്ടിലെ ഒരുപാട് സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത മാനസിക വിഷമമുണ്ടാക്കിയ കാര്യമാണ്. അതൊക്കെ നെവർ മൈൻഡ് ആക്കി ഹൂ കെയർസ്, രാഷ്ട്രീയത്തിൽ എനിക്ക് മുടക്കാൻ പണമുണ്ട്, അതിന് ഞാൻ കുറെ വഴിവിട്ട ബന്ധങ്ങൾ സമ്പാദിച്ചു വെച്ച് ആ സ്വാധീനം ഉപയോഗപ്പെടുത്തി റീൽസും ഇട്ട് ഞാൻ താരമായി തിരിച്ചു വരുമ്പോൾ ഉടനടി കസേര ഇട്ടെന്നെ സ്വീകരിക്കണമെന്നുള്ള നീക്കം ഇതോടുകൂടി പൊളിയുന്നു എന്ന് ചെന്നിത്തലയുടെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്.